കൃഷ്ണൻ ഭീഷ്മദേവന്റെ ആന്തരിക ആഗ്രഹം നിറവേറ്റുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി പരമപൂജ്യശ്രീ രാധാനാഥസ്വാമി സംസാരിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുന്ന സമയത്തു മാത്രമേ മരിക്കൂ എന്ന വരദാനം ഭീഷ്മദേവന് അദ്ദേഹത്തിന്റെ പിതാവ് മഹാരാജ് ശന്തനുവിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുരുക്ഷേത്രത്തിൽ വച്ച് ആ മഹായുദ്ധത്തിൽ സ്വയം ശ്രീകൃഷ്ണൻ പാണ്ഡവരെ നയിച്ചു എങ്കിലും ഭീഷ്മൻ യുദ്ധം ചെയ്യുന്നിടത്തോളം കാലം വിജയികളാവുക അസാധ്യമാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതിനാൽ അത്യന്തം വിനയത്തോടും ഭക്തിയോടും കൂടി അവർ തങ്ങളുടെ പിതാമഹനെ കൗരവരുടെ സൈന്യത്തിന്റെ കുടീരത്തിൽ രാത്രി പോയി സന്ദർശിച്ചു. സ്നേഹത്തിന്റെ കണ്ണീർ നിറഞ്ഞ മിഴികളോടെ അവർ അദ്ദേഹത്തോട് യാചിച്ചു, താങ്കളെ ഞങ്ങൾക്ക് എങ്ങനെ വധിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ശിക്ഷണം ചെയ്തു തരാമോ? കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ അധികം താങ്കളോട് സ്നേഹമാണ്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇച്ഛ ഞങ്ങൾ ഈ യുദ്ധം ജയിക്കണം എന്നതാണ്. ഞങ്ങൾ താങ്കളെ വധിച്ചില്ല എങ്കിൽ, ഞങ്ങൾ താങ്കളെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഈ യുദ്ധം വിജയിക്കാൻ ഒരു മാർഗവുമില്ല. ഈ വാക്കുകൾ കേട്ടതോടെ ഭീഷ്മദേവന്റെ മുഖം പ്രഭാപൂരിതമായി. അദ്ദേഹം അത്യധികം സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അതിന്റെ അന്തസ്സത്ത എന്തെന്നാൽ അദ്ദേഹം പാണ്ഡവരോട് പറയാൻ ആഗ്രഹിച്ചു, എത്രത്തോളം ഈ യുദ്ധം കൃഷ്ണനു വേണ്ടി ജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത്രയും തന്നെ ഞാൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെടാനും കൃഷ്ണനു വേണ്ടി ജീവത്യാഗം ചെയ്യാനും തയ്യാറാണ്. അവർ രണ്ടുപേരും കൃഷ്ണനെ ഒരുപോലെ അചഞ്ചലമായി മറ്റ് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഭക്തിയോടുകൂടി സേവകന്മാരായി ഭക്തിയുത സേവനം ചെയ്യുമായിരുന്നു. പക്ഷേ കൃഷ്ണന് അർജുനന്റെ വിജയത്തിൽ പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭീഷ്മൻ പരാജയപ്പെടാനും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ഭീഷ്മൻ മറുവശത്താണ് യുദ്ധം ചെയ്തത്. അധാർമികതയുടെയും ഈശ്വരന്റെ എതിർ അയച്ചുള്ള ഭാഗത്തും ദുര്യോധനന്റെ വശത്തു നിന്നുമാണ് യുദ്ധം ചെയ്തതെന്ന്. കാരണം അദ്ദേഹം ദുര്യോധനന്റെ കൊട്ടാരത്തിൽ താമസിക്കുകയും ദുര്യോധനൻ അല്ലെങ്കിൽ കൗരവരുടെ അന്നം കഴിക്കുകയും കൗരവരാൽ പുലർത്തപ്പെടുകയും ചെയ്തതുകൊണ്ട് അവരുടെ പക്ഷത്ത് നിൽക്കുക എന്നത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമായി. ഒരു വളരെ ഉപരിതലത്തിൽ ഉള്ളതും ബാഹ്യവുമായുള്ള ചിന്താഗതിയിൽ ഇത് സത്യം തന്നെയാണ്. പക്ഷേ ഭീഷ്മദേവ് 12 മഹാജനന്മാരിൽ ഒരാളാണ്. അതിനർത്ഥം അദ്ദേഹം സത്യത്തിന്റെ അന്തസ്സത്ത മനസ്സിലാക്കിയ, പൂർണ്ണമായി ആത്മസമർപ്പണം ചെയ്ത ഒരു ജീവാത്മാവാണ്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുചഃ. വാസ്തവം എന്തെന്നാൽ നമ്മൾ എല്ലാത്തരം ധാർമ്മികതകളും കളഞ്ഞ് കൃഷ്ണന്റെ ഇച്ഛയ്ക്ക് സ്വയം സമർപ്പണം ചെയ്യണം. മഹാജനോ യേനാഗതാ സ ബന്ധ എന്നാണ് പറയപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് സത്യം മനസ്സിലാക്കണമെങ്കിൽ മഹാന്മാരായ മഹാജന്മാരുടെ കാലടികളെ പിന്തുടരുകയും അവരിൽ നിന്ന് ശ്രവിക്കുകയും ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരം ഒരു മഹാജനനായിരുന്നു ഭീഷ്മൻ. അങ്ങനെയിരിക്കെ വളരെ ഭൗതികമായ ഒരു ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണനെതിരായി അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബാഹ്യമായി മറ്റുള്ളവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തും എന്നും സമ്പത്ത് കൊണ്ട് അദ്ദേഹത്തെ കൗരവർ കീഴ്പ്പെടുത്തി വച്ചിരിക്കുകയാണ് എന്നും മറ്റുള്ളവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് പോലും അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നില്ല. പക്ഷേ ഇതിന്റെ വാസ്തവം എന്തെന്നാൽ അദ്ദേഹത്തിന് കൃഷ്ണന്റെ ഹൃദയം എന്തെന്ന് അറിയാം. കൃഷ്ണൻ ഭീഷ്മർ മറുവശത്തു നിന്നും യുദ്ധം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു എന്നും അറിയാം. കൃഷ്ണൻ അദ്ദേഹം വധിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നു എന്നും അറിയാം. എന്താണ് കാരണം? തന്റെ ശുദ്ധ ഭക്തൻ
വധിക്കപ്പെടണമെന്ന് എന്തുകൊണ്ടാണ് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, കൗരേയ പ്രതി ജാനീഹി നമ ഭക്ത പ്രണശ്യന്തേ. കൃഷ്ണൻ പറയുന്നു, ഞാൻ എപ്പോഴും എൻ്റെ ഭക്തരെ സംരക്ഷിക്കും, ഭയപ്പെടാതിരിക്കുക. എന്നിട്ട് ഇവിടെ ഭക്തരിൽ ശ്രേഷ്ഠനായ ഭീഷ്മർ വധിക്കപ്പെടണമെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്തരെ സംരക്ഷിക്കാമെന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുള്ളതാണല്ലോ. കാരണം കൃഷ്ണൻ സംരക്ഷണം വാഗ്ദാനം ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ഭൗതിക ശരീരത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. താൽക്കാലികമായി ഈ ശരീരത്തെക്കുറിച്ച് പറയാം. എന്നാലും ആത്യന്തികമായ സമയത്തിൻ്റെ രൂപത്തിൽ കൃഷ്ണൻ എല്ലാവരുടെയും ഭൗതിക ശരീരത്തെ വധിക്കുന്നു. നിങ്ങൾ ആരായാലും ശരി, നിങ്ങൾ ഒരു പരമഹംസ മഹാഭക്തൻ ഭഗവാനായാലും നിങ്ങൾ ഒരു നിരീശ്വരവാദി ആയാലും ഒരുപോലെ തന്നെയാണ്. സർവശക്തനായ സമയത്തിൻ്റെ രൂപത്തിൽ കലാരൂപ കൃഷ്ണൻ ഏവരെയും വധിക്കുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ ഭക്തരെ സംരക്ഷിക്കും എന്നും പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതിനർത്ഥം അവരുടെ ആത്മാവിനെ മായയുടെ മോഹത്തിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. അദ്ദേഹം ആ ഭക്തൻ്റെ ആത്മാവിന് ശാശ്വതമായ ജീവിതം നൽകുന്നു. കാരണം കൃഷ്ണൻ ഭൗതിക ശരീരത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി അല്ല കാണുന്നത്. നാം വാസ്തവത്തിൽ കാണേണ്ടതായ ദിവ്യമായ കാഴ്ചപ്പാടിലൂടെയാണ് എല്ലാം കൃഷ്ണൻ കാണുന്നത്. അതിനാൽ മഹാന്മാരായ ആചാര്യന്മാർ പറയുന്നത്, ഭൂമിയിലെ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശക്തിമാൻ ആയ വ്യക്തി പോലും ഭഗവാന്റെയും അദ്ദേഹത്തിൻ്റെയും ഭക്തരുടെയും വശത്ത് അല്ലെങ്കിൽ അവർ നശിപ്പിക്കപ്പെടും എന്ന വസ്തുത സ്ഥാപിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ ഇങ്ങനെ ചെയ്തത് എന്നാണ്. നിങ്ങൾ എത്ര ശക്തിശാലി ആണ് എന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വലിയ വിദ്യാസമ്പന്നരായി എന്നതുകൊണ്ടും കാര്യമില്ല. ഭീഷ്മൻ ഈ യുദ്ധം ചെയ്യുന്ന കലയിൽ പരശുരാമനാൽ ശിക്ഷണം നേടിയ വ്യക്തിയാണ്. പരശുരാമൻ ദിവ്യോത്തമ പുരുഷന്റെ സ്വയം അവതാരമാണ്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു യുവാവായിരുന്നപ്പോൾ തൻ്റെ ഗുരുവായ പരശുരാമനോട് പോലും ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് പരശുരാമന് പോലും ഭീഷ്മരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. സർവശക്തനായ സത്യാവിശ അവതാരത്തിനോട് തുല്യമായ ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനാൽ ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. വേദശാസ്ത്രങ്ങൾക്കായി ബൃഹസ്പതിയിലാണ് അദ്ദേഹത്തിന് ശിക്ഷണം കൊടുത്തത്. അതിനാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി ബൃഹസ്പതിയോളം തന്നെ മഹത്തരം ആയിരുന്നു. അങ്ങനെ ഏറ്റവും ബുദ്ധിമാൻ കൂടാതെ ഏറ്റവും ശക്തിമാൻ കൂടാതെ വധിക്കാനാവില്ല എന്ന ഒരു വരവും ഭൗതിക കാഴ്ചപ്പാടിൽ സർവവും അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. പക്ഷേ കൃഷ്ണൻ ഇവിടെ ഏവർക്കും കാണിച്ചു കൊടുക്കുന്നത് എന്തെന്നാൽ, ഭൗതികമായി നിങ്ങൾക്ക് എല്ലാം അനുകൂലമാണെങ്കിലും നിങ്ങൾ എൻ്റെ ഭക്തരുടെ വശത്ത് അല്ലെങ്കിൽ അവസാനം നിങ്ങൾ തോൽപ്പിക്കപ്പെടും. ഭീഷ്മരാണെങ്കിൽ കൃഷ്ണനെ സഹായിക്കാൻ വേണ്ടി ഈ പാഠം ലോകത്തിനു മുഴുവൻ പഠിപ്പിക്കാൻ വേണ്ടി മറുവശത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. എന്തൊരു ആത്മസമർപ്പണത്തിൻ്റെ ഭാവമാണിത്! എത്ര ആളുകൾക്ക് ഈ സത്യം മനസ്സിലാക്കാൻ കഴിയും? ഭീഷ്മർ തീർച്ചയായും വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഗാഢമായ ഒരു ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭൂതകാലവും വർത്തമാനവും ഭാവിയും കാണാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു
മനുഷ്യരാശിയുടെ ഭൂരിഭാഗവും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുമെന്ന്. ദുര്യോധനന്റെ വശത്തു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിന് അദ്ദേഹത്തെ യുഗങ്ങളോളം കുറ്റാരോപണം ചെയ്യുമെന്നും. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് സാരമായി തോന്നിയില്ല. അദ്ദേഹം ആലോചിച്ചത് ഇങ്ങനെയായിരുന്നു: എൻ്റെ നാഥന് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൽ ഇതാണ് ആവശ്യമെങ്കിൽ അത് ചെയ്യാൻ ഏറ്റവും മഹത്തായ ആനന്ദമാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അതിശയകരമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് പാണ്ഡവർ ഭീഷ്മരോട് താങ്കളെ ഞങ്ങൾ എങ്ങനെ വധിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായി അദ്ദേഹം പറഞ്ഞു: നിങ്ങൾ ഈ കാര്യം ചോദിക്കുന്നതിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇത് ചോദിക്കുന്നതിന് വളരെ നന്ദി. ഇതാണ് അതിനുള്ള വഴി. ആദ്യം ശിഖണ്ഡിയെ കൊണ്ടുവരിക. പിന്നെ അർജുന, നീ നിന്റെ ബാണങ്ങൾ കൊണ്ട് പാദം മുതൽ ശിരസ് വരെ എൻ്റെ ശരീരത്തിൽ തുളയ്ക്കുക. കുറച്ചുപോലും ഭാഗം തുളയ്ക്കാതെ വിടരുത്. തുടർന്ന് ഭീഷ്മൻ യുദ്ധക്കളത്തിൽ വന്നു. അദ്ദേഹം അത്യന്തം വീര്യത്തോടെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. സർവരെയും സർവത്തിനെയും തകർത്തെറിയാൻ തുടങ്ങി. പക്ഷേ ഹൃദയത്തിനുള്ളിൽ അദ്ദേഹം അത്യന്തം ആനന്ദവാനായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, താൻ കാലങ്ങളായി കാത്തിരുന്ന ആ ദിനം ഇന്ന് ആണ്. അതിനാൽ അർജുനൻ തൻ്റെ അമ്പുകൾ എയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭീഷ്മരോട് വളരെയധികം സ്നേഹമുണ്ടായതിനാൽ വളരെ ശക്തിയോടെ ശരങ്ങൾ എറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭീഷ്മൻ അർജുനനോട് പറയുകയായിരുന്നു: നീ കുറച്ചുകൂടി ശക്തമായി അമ്പ് ചെയ്യണം. നീ സർവശക്തിയെയും ഉപയോഗിച്ച് എൻ്റെ ശരീരത്തിൽ അമ്പുകൾ തുളയ്ക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം ഉരുക്കുപോലെ ആയിരുന്നു. അർജുനൻ തൻ്റെ പൂർണ്ണ ശക്തി കൊണ്ട് അമ്പെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും അശ്രുക്കൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഭീഷ്മൻ തൻ്റെ ശരീരത്തിലേക്ക് തുളച്ചുകയറുന്ന ശരങ്ങളിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കിടന്നപ്പോൾ തൻ്റെ കഴുത്ത് മുതൽ കാലുവരെ ശരങ്ങൾ തറച്ചിരിക്കുകയായിരുന്നു. അർജുനൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ശരം ചെയ്തിരുന്നില്ല. നിങ്ങൾ കുരുക്ഷേത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ അതേ സ്ഥാനത്ത് അവിടെ ഭീഷ്മകുണ്ട് എന്ന സ്ഥലമുണ്ട്. ഭീഷ്മദേവർ കിടന്ന അതേ സ്ഥലം ഇപ്പോഴുമുണ്ട്. അവിടെയാണ് ആ യുദ്ധം നിന്നു പോയത്. ഈ വ്യക്തിത്വത്തിൻ്റെ ബഹുമാനത എത്രയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ കോടിക്കണക്കിന് യോദ്ധാക്കൾ യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം വീണപ്പോൾ ആ ഇരുവശക്കാരും യുദ്ധം ആ ദിവസം നിർത്തിവെച്ചു. അദ്ദേഹം അത്രമേൽ കണ്ട് ഏവരാലും സ്നേഹിക്കപ്പെട്ട വ്യക്തിയും ആയിരുന്നു. ഏവരും അദ്ദേഹത്തിനായി അനുശോചനം അർപ്പിക്കാനും അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കാനുമായി വന്നു. ദുര്യോധനൻ സുന്ദരമായ ഒരു പട്ട് തലയിണ അദ്ദേഹത്തിൻ്റെ തലക്കടിയിൽ വയ്ക്കാനായി കൊണ്ടുവന്നു. അപ്പോൾ ഭീഷ്മദേവർ പറഞ്ഞു: യുദ്ധക്കളത്തിൽ നമ്മൾക്ക് ആഡംബരം സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അർജുനൻ അദ്ദേഹത്തിൻ്റെ ശിരസിനടിയിൽ നിലത്തേക്ക് അമ്പു ചെയ്തു. ഭീഷ്മർ വളരെ സന്തോഷവാനായി. അതിനുശേഷം അർജുനൻ ഒരു അമ്പ് ഭൂമിയിലേക്ക് ചെയ്തപ്പോൾ ഗംഗാനദി അവിടെ ആവിർഭവിച്ചു. ഭീഷ്മദേവരുടെ വായിലേക്ക് വന്ന ആ സ്ഥാനവും ഇപ്പോൾ അവിടെയുണ്ട്. ഭീഷ്മകുണ്ഡം എന്ന ആ സ്ഥലത്താണ് അർജുനൻ ഭൂമിയിലേക്ക് അമ്പെയ്തത്, ഗംഗയെ പ്രത്യക്ഷപ്പെടുത്തിയത്. ആ സ്ഥലത്ത് ഒരു ഫലകമുണ്ട്. അതിൽ വിശദീകരിക്കുന്നു: ഭീഷ്മർ ആ സ്ഥലത്ത് 6 മാസക്കാലം കിടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ശരങ്ങൾ തറച്ചിരിക്കുന്നു. 2 ശരങ്ങൾക്കിടയിൽ ഒരു വിരൽ വയ്ക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാത്തിരുന്നു. അദ്ദേഹത്തിന്
ഏത് സമയത്ത് വേണമെങ്കിലും ശരീരം ത്യജിക്കാമായിരുന്നു. ആ അവസ്ഥയിലുള്ള മിക്ക ആളുകളും അവർക്ക് വേദനയിൽ നിന്നും രക്ഷപ്പെടാനായി അവർക്ക് വേദനസംഹാരികൾ ആവശ്യമായി വരും. കാരണം ഇത്തരം വേദന മൃത്യുവിനേക്കാൾ ഭയാനകമാണ്. പക്ഷേ അദ്ദേഹം അവിടെ തന്നെ കിടന്നു. ഇതെല്ലാം സഹിച്ചു. കാരണം കൃഷ്ണൻ താമസിക്കാതെ വരുമെന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനുള്ളിൽ ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു. കൃഷ്ണനാണെങ്കിൽ ഏവരുടെയും ഹൃദയത്തെ എന്താണ് എന്ന് മനസ്സിലാക്കുന്നു എന്നും അദ്ദേഹത്തിനറിയാം. കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിൽ ഉണ്ട് എന്ന വസ്തുതയും ഭീഷ്മദേവന് അറിയാം. കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോടൊപ്പം വന്നതിന് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹാനായ തൻ്റെ ഈ ഭക്തനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഭക്തിയെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും ഗാഢമായ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ വേണ്ടിയും ആയിരുന്നു വന്നത്. ഹരേ കൃഷ്ണ.